Welcome back, my dear students and friends. Today, you are going to learn death of a partner. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ണർ പഠിച്ചു കഴിഞ്ഞു. റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ണറിൽ പഠിച്ചിരിക്കുന്ന അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകൾ എന്താണ്, അത് തന്നെയാണ് ഡെത്ത് ഓഫ് എ പാർട്ണറിൽ നമ്മൾ ചെയ്യേണ്ടത്. റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ണറും ഡെത്ത് ഓഫ് എ പാർട്ണറും തമ്മിൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകളിൽ വളരെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു പാർട്ണർ റിട്ടയർ ആകുന്ന സമയത്ത് എത്ര എമൗണ്ട് ആണോ റിട്ടയറിംഗ് പാർട്ണർക്ക് ഡ്യൂ ആകുന്നത്, ആ ഡ്യൂ ആകുന്ന എമൗണ്ട് റിട്ടയറിംഗ് പാർട്ണർക്ക് ഒന്നുകിൽ ആ സമയത്ത് തന്നെ പൈസ പേ ചെയ്യുന്നു, അല്ല എങ്കിൽ റിട്ടയറിംഗ് പാർട്ണറുടെ ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഡെത്തിൻ്റെ കേസിൽ ദി എമൗണ്ട് ഡ്യൂ ടു ദി ഡിസീസ്ഡ് പാർട്ണർ വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ഹിസ് ലീഗൽ ഹെയർസ് അക്കൗണ്ട് ഓർ എക്സിക്യൂട്ടേഴ്സ് ലോൺ അക്കൗണ്ട്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം സാധാരണയായിട്ട് വർഷാവസാനമായിരിക്കും നടക്കുന്നത്. പക്ഷേ ഡെത്ത് എന്ന് പറയുന്നത് ഏത് സമയത്ത് വേണമെങ്കിലും നടക്കാം. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ തയ്യാറാക്കി കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ എത്ര മാസം കഴിഞ്ഞോ ഡെത്ത് സംഭവിക്കാം. അപ്പോൾ ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് ഡേറ്റ് മുതൽ ഡെത്ത് വരെ എത്ര ദിവസമാണോ ഉള്ളത് അല്ലെങ്കിൽ എത്ര മാസമാണോ ഉള്ളത് അത്രയും മാസത്തേക്കുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി നമ്മളിവിടെ എക്സ്ട്രാ നടത്തേണ്ടതായിട്ടുണ്ട്. നോക്കാം. ഡെത്ത് ഓഫ് എ പാർട്ണർ. ദി അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഇൻ ദി ഇവൻറ്റ് ഓഫ് ഡെത്ത് ഓഫ് എ പാർട്ണർ ഈസ് സിമിലർ ടു ദാറ്റ് ഇൻ കേസ് ഓഫ് റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ണർ. ഇൻ കേസ് ഓഫ് റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ണർ, ദി എമൗണ്ട് ഡ്യൂ is paid or is transferred to his loan account, whereas in the case of death of a partner, his claim is transferred to his executor's account. Retirement normally takes place at the end of an accounting period, whereas the death of a partner may occur at any time. Next, calculation of amount due to the deceased partner's എക്സിക്യൂട്ടേഴ്സ്. ഒരു പാർട്ണർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ അനന്തരാവകാശികൾക്ക് ഏതൊക്കെ എമൗണ്ടുകളാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികൾക്ക് കൊടുക്കേണ്ട എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ്, ക്രെഡിറ്റ് ദി ഫോളോയിങ്, അല്ലെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആഡ് ചെയ്യാം. ഫസ്റ്റ്, ബാലൻസ് ഓഫ് ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻക്ലൂഡിങ് കറണ്ട് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ്. ഷെയർ ഓഫ് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്, interest on capital up to the date of death, salary or commission due up to the date of death, share of profit earned up to the date of death, share of goodwill, share of joint life policy. Similarly, debit the following. ഇനി പറയുന്ന കാര്യങ്ങൾ ആ കിട്ടിയിരിക്കുന്ന ടോട്ടൽ എമൗണ്ടിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യണം. എന്തൊക്കെയാണെന്ന് നോക്കാം. കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ്, share of accumulated loss, share of loss up to the date of death, drawings up to the date of death, interest on drawings up to the date of death. ഇവിടെ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് വരെയാണെങ്കിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന ഐറ്റംസ് കംപ്ലീറ്റ് ക്രെഡിറ്റ് ചെയ്യുക, സെക്കൻഡ് പറഞ്ഞിരിക്കുന്ന ഐറ്റംസ് കംപ്ലീറ്റ് ഡെബിറ്റ് ചെയ്യുക, ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക, ബാലൻസ് കിട്ടുന്നത് എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ടിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നെക്സ്റ്റ്, കാൽക്കുലേഷൻ ഓഫ് ഷെയർ ഓഫ് പ്രോഫിറ്റ് അപ് ടു ദി ഡേറ്റ് ഓഫ് ഡെത്ത് ഓർ റിട്ടയർമെൻറ്റ് ഫ്രം ദി ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് ഡേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പാർട്ണർ മരണപ്പെടുമ്പോൾ ലാസ്റ്റിൽ എപ്പോഴാണോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കിയത് അത് മുതൽ പാർട്ണർ മരണപ്പെടുന്നത് വരെ എത്ര ദിവസമാണോ ഉള്ളത് അല്ലെങ്കിൽ എത്ര മാസമാണോ ഉള്ളത് അത്രയും ബിസിനസ് നേടിയ ലാഭത്തിൻ്റെ ഒരു പങ്ക് കൂടി ഈ ഡിസീസ്ഡ് പാർട്ണറുടെ എക്സിക്യൂട്ടേഴ്സിന് അവകാശപ്പെട്ടതാണ്. അപ്പോൾ 31 ഡിസംബറിലാണ് ഇയർ എൻഡ് എങ്കിൽ അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടാണ് ഒരു പാർട്ണർ മരണപ്പെടുന്നതെങ്കിൽ ഈ 2 മാസം ബിസിനസ് ലാഭം നേടിയിട്ടുണ്ടാവും. ഈ നേടിയിരിക്കുന്ന 2 മാസത്തെ ലാഭത്തിൻ്റെ ഒരു ഷെയർ ഡിസീസ്ഡ് പാർട്ണറുടെ എക്സിക്യൂട്ടേഴ്സിന് അവകാശപ്പെട്ടതാണ്. ഡിസീസ്ഡ് പാർട്ണർ എത്ര ദിവസമാണോ അല്ലെങ്കിൽ എത്ര മാസമാണോ ബിസിനസ്സിൽ പാർട്ണറായിട്ടുണ്ടായിരുന്നത് അത്രയും മാസത്തെ അല്ലെങ്കിൽ അത്രയും ദിവസത്തെ ലാഭം കണ്ട് ആ ലാഭത്തിൻ്റെ ഒരു പങ്ക് കൂടി ഡിസീസ്ഡ് പാർട്ണറുടെ എക്സിക്യൂട്ടേഴ്സിന് അവകാശപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ ലാഭം കണക്കാക്കുമ്പോൾ
2 3 മാസത്തെ ലാഭം കണക്കാക്കാൻ വേണ്ടി വീണ്ടും ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു പാർട്ണർ മരണപ്പെടുന്ന സമയത്ത് ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് ഡേറ്റ് മുതൽ മരണപ്പെടുന്നത് വരെയുള്ള ലാഭം കണക്കാക്കുന്നത് ഒന്നുകിൽ ലാസ്റ്റ് ഇയർ പ്രോഫിറ്റിൻ്റെ ബേസിലായിരിക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് 2 3 വർഷത്തെ ഏവറേജ് പ്രോഫിറ്റിൻ്റെ ബേസിലായിരിക്കാം, അല്ലെങ്കിൽ സെയിൽസിൻ്റെ ബേസിലായിരിക്കാം. നോക്കാം. പ്രോഫിറ്റ് അപ് ടു ദി ഡേറ്റ് ഓഫ് ഡെത്ത് മേ ബി കാൽക്കുലേറ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് ലാസ്റ്റ് ഇയേഴ്സ് പ്രോഫിറ്റ്, ഏവറേജ് പ്രോഫിറ്റ് ഓർ സെയിൽസ്. അങ്ങനെ എത്ര എമൗണ്ട് ആണോ ഷെയർ ഓഫ് പ്രോഫിറ്റ് വരുന്നത് അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ജേണൽ എൻട്രി നമുക്ക് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഇപ്പോൾ ഇവിടെ ജേണൽ എൻട്രി പാസ് ചെയ്യേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് എന്നാണ്. കാരണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പാസ് ചെയ്യേണ്ട എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ള എൻട്രിയാണ് പാസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, എ ബി ആൻഡ് സി വെയർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദി റേഷ്യോ ഓഫ് 5:4:1. The profit of the firm for the year ending on 31st March 2017 was rupees 1 lakh. B dies on 30 June 2017. Calculate B's share of profit for the period from April 1 to June 30. ഇപ്പോൾ ജൂൺ 30 ആണ് പാർട്ട്ണർ മരണപ്പെടുന്നത്. ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31st March ആണ്. ഇപ്പോൾ 31st മാർച്ചിന് ശേഷം ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസം ഈ പാർട്ട്ണർ ബിസിനസ്സിൽ പാർട്ട്ണർ ആയിരുന്നു. അപ്പോൾ ഈ 3 മാസം ഈ ബിസിനസ്സിൽ എത്രയാണോ ലാഭം കിട്ടിയത് ആ ലാഭത്തിൻ്റെ ഒരു പങ്ക് കൂടി ഈ ഡിസീസ്ഡ് പാർട്ട്ണർക്ക് അവകാശപ്പെട്ടതായിട്ട് മാറണം. പ്രോഫിറ്റ് ഫോർ ദി ഇയർ എൻഡിങ് 31st March 2017 1 lakh ആണ്. കഴിഞ്ഞ വർഷത്തെ ലാഭം എന്ന് പറയുന്നത് 1 lakh റുപ്പിയാണ്. അതിൻ്റെ ബേസിലാണ് ഈ വർഷത്തെ ലാഭം നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം കിട്ടിയ ലാഭമാണ് 1 lakh റുപ്പി. സോ ബീസ് 3 months ഷെയർ ഓഫ് പ്രോഫിറ്റ്, ബിയുടെ 3 മാസത്തെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1 lakh ഇൻറ്റു 3/12. 1 lakh ഇൻറ്റു 3/12 ഇടുമ്പോൾ 3 മാസത്തെ ടോട്ടൽ പ്രോഫിറ്റ് കിട്ടും. ആ 3 മാസത്തെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 3 പാർട്ട്നേഴ്സിനും അവകാശപ്പെട്ടതാണ്. അതിൽ ഡിസീസ്ഡ് പാർട്ട്ണറായ ബിയുടെ മാത്രം ഷെയർ എന്ന് പറയുന്നത് ഇൻറ്റു 4/10 ബിക്കോസ് ദർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈസ് 5:4:1. 5:4:1 റേഷ്യോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ 4/10 കണ്ടു കഴിഞ്ഞാൽ അതായിരിക്കും ബിയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ ബിയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലാസ്റ്റ് ഇയർ പ്രോഫിറ്റായ 1 lakh റുപ്പി ഇൻറ്റു 3 മാസമാണ് ബിസിനസ്സിൽ പാർട്ട്ണറായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് 3/12 ഇൻറ്റു അദ്ദേഹത്തിൻ്റെ ഷെയർ എന്ന് പറയുന്നത് 4/10 ആണ്. അതുകൊണ്ട് ഇൻറ്റു 4/10 ദാറ്റ് ഈസ് 10,000 റുപ്പീസാണ് ബിയുടെ എക്സിക്യൂട്ടേഴ്സിന് ഈ 3 മാസത്തെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. അതിൻ്റെ ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് 10,000 ടു ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 10,000. ബീസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട്. നെക്സ്റ്റ് രണ്ടാമത്തെ എക്സാമ്പിൾ, എ ബി ആൻഡ് സി വെയർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദി റേഷ്യോ ഓഫ് 5:4:1. ബി ഡൈസ് on 30 June 2017. Calculate B's share of profit for the period from 1st April to June 30, 2017. If B's share of profit was to be calculated on the basis of average profit of the last 3 years, which were rupees 1,36,000 for 2014-15, 1,54,000 for 2015-16 and rupees 1 lakh for 2016-17. ഇപ്പോൾ കഴിഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ ലാഭം കണക്കാക്കിയിരുന്നത് കഴിഞ്ഞ വർഷത്തെ ലാഭത്തിൻ്റെ ബേസിലാണ്. പക്ഷേ ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ ലാഭം കണക്കാക്കുന്നത് കഴിഞ്ഞ 3 വർഷം കിട്ടിയ ലാഭത്തിൻ്റെ ഏവറേജ് പ്രോഫിറ്റിൻ്റെ ബേസിലാണ്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഏവറേജ് പ്രോഫിറ്റ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് ആ ഏവറേജ് പ്രോഫിറ്റിൻ്റെ ബേസിൽ 3 മാസം കൊണ്ട് നേടിയ ലാഭം എത്രയാണോ അതിൽ ബിയുടെ ഷെയർ കൂടി കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് നോക്കാം. ഏവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന 3 വർഷത്തെ ലാഭം
ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 3. 1,36,000 പ്ലസ് 1,54,000 പ്ലസ് 1 lakh ഡിവൈഡഡ് ബൈ 3. 3,90,000 ഡിവൈഡ് ബൈ 3, ദാറ്റ് ഈസ് 1,30,000 ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ഇനി ഈ ആവറേജ് പ്രോഫിറ്റിൻ്റെ ബേസിലാണ് ഷെയർ ഓഫ് പ്രോഫിറ്റ് 3 മാസത്തെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കാണേണ്ടത്. ഇപ്പോൾ ബീസ് 3 months ഷെയർ ഓഫ് പ്രോഫിറ്റ് 1,30,000 ഇൻറ്റു 3/12 ഇൻറ്റു 4/10. 3 മാസമാണ് ബിസിനസ്സിൽ ഈ പാർട്ട്ണർ ഉണ്ടായിരുന്നത്. ഇൻറ്റു 4/10. 4/10 എന്ന് പറയുമ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ്. ദാറ്റ് ഈസ് 13,000 rupees ആയിരിക്കും ഇദ്ദേഹത്തിന് ഈ 3 മാസം കൊണ്ട് അവകാശപ്പെട്ട ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ജേണൽ എൻട്രി: പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് 13,000 ടു ബീസ് ക്യാപിറ്റൽ 13,000. ബീസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട്. നെക്സ്റ്റ്, തേർഡ് എക്സാമ്പിൾ. A, B and C were partners in a firm sharing profits in the ratio of 5:4:1. The profit of the firm for the year ending on 31st March 2017 was rupees 1 lakh. B dies on June 30, 2017. Calculate B's share of profit for the period from 1st April to 30 June 2017. Share of profit of the deceased partner will be worked out on the basis of sales, and it is specified that sales during the year 2016-17 were rupees 8 lakh and the sales from 1st April 2017 to June 30, 2017 were 1,50,000. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ പ്രോഫിറ്റ് കണക്കാക്കുന്നത് സെയിൽസിൻ്റെ ബേസിലാണ്. കഴിഞ്ഞ വർഷം നമുക്ക് 8 lakh rupees സെയിൽസ് ഉണ്ടായിരുന്നു. ഈ വർഷത്തെ 3 മാസത്തെ സെയിൽസ് എന്ന് പറയുന്നത് 1,50,000 ആണ്. അപ്പോൾ കഴിഞ്ഞ വർഷം 8 lakh rupees സെയിൽസ് ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് നമുക്ക് കിട്ടിയ ലാഭം എന്ന് പറയുന്നത് 1 lakh rupee ആണ്. ആദ്യം നമുക്ക് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കാണാം. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് 1 lakh rupee ആണ്, ഡിവൈഡഡ് ബൈ കഴിഞ്ഞ വർഷത്തെ സെയിൽസ് 8 lakh ഇൻറ്റു 100. ദാറ്റ് ഈസ് 12.5% ആയിരിക്കും നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ഫ്രം 31st March 2017 ടു 30 June 2017 എന്ന് പറയുന്നത് 1,50,000 ആണ് ആ പീരീഡിലെ 3 മാസത്തെ സെയിൽസ്. അപ്പോൾ 1,50,000 ഇൻറ്റു 12.5 ഡിവൈഡ് ബൈ 100. 12.5 ആണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കിട്ടിയത്. അപ്പോൾ അതിനനുസരിച്ചുള്ള നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 18,750. അത്രയായിരിക്കും 3 മാസം കൊണ്ട് നേടിയിരിക്കുന്ന ലാഭം. അപ്പോൾ ബീസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 18,750 3 മാസം കൊണ്ട് ബിസിനസ് നേടിയ ടോട്ടൽ പ്രോഫിറ്റ് ആണ്. അതിൽ ബിയുടെ ഷെയർ എന്ന് പറയുന്നത് ഇൻറ്റു 4/10, ദാറ്റ് ഈസ് 7,500. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് 7,500 ടു ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 7,500. ബീസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട്. നെക്സ്റ്റ്, അടുത്ത എക്സാമ്പിൾ നോക്കാം. യു ആർ ഗിവൺ ബാലൻസ് ഷീറ്റ് ഓഫ് മോഹിത്, സോഹൻ ആൻഡ് രാഹുൽ ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ 2:2:1 ആസ് ഓൺ 31st March 2017. ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സ്, റിസർവ് ഫണ്ട്, ക്യാപിറ്റൽ, ഗുഡ് വിൽ, ഫിക്സഡ് അസറ്റ്, സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ക്യാഷ് അറ്റ് ബാങ്ക്. നെക്സ്റ്റ് പറയുന്നത് സോഹൻ ഡൈഡ് ഓൺ June 15, 2017. His legal representatives are entitled to balance in capital account, share of goodwill valued on the basis of thrice the average of last 4 years profit, share in profit up to death on the basis of average profit of the past 4 years, interest on capital at the rate of 12% per annum. Profit for the last 4 years were 15,000, 17,000, 19,000 and 13,000. The firm had a joint life policy of rupees 1,25,000. The premium being charged to profit and loss account every year. Sohan's legal representatives were to be paid the amount due. Mohit and Rahul takes over Sohan's share equally. Work out amount payable to Sohan's legal heirs.
ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ബാലൻസ് ഷീറ്റ് ഡേറ്റ് 31 മാർച്ച് 2017 ആണ്. അതിനുശേഷം സോഹൻ എന്ന് പറയുന്ന പാർട്ട്ണർ മരണപ്പെടുന്നത് ജൂൺ 15 എന്ന് പറയുമ്പോൾ 31 മാർച്ചിന് ശേഷം ഏപ്രിൽ, മെയ്, ജൂൺ 15 പകുതിയാണ്. അപ്പോൾ 2.5 മാസമാണുള്ളത്. അപ്പോൾ 2.5 മാസം മാത്രമാണ് ഈ ഒരു സോഹൻ ബിസിനസ്സിൽ പാർട്ട്ണറായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സോഹൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയുന്ന സമയത്ത് സോഹന് കൊടുക്കാനുള്ള എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സോഹൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് സോഹൻ അവകാശപ്പെട്ടതാണ്. ഷെയർ ഓഫ് ഗുഡ് വില് അവകാശപ്പെട്ടതാണ്. അപ്പോൾ ഷെയർ ഓഫ് ഗുഡ് വിൽ എന്ന് പറയുന്നത് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. പക്ഷേ ഗുഡ് വില് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഹിൻറ്റ് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് വാല്യൂഡ് ഓൺ ദി ബേസ് ഓഫ് ത്രൈസ് ദി ആവറേജ് പ്രോഫിറ്റ് ഓഫ് പാസ്റ്റ് 4 years പ്രോഫിറ്റ്. കഴിഞ്ഞ 4 വർഷത്തെ ലാഭത്തിൻ്റെ ആവറേജ് പ്രോഫിറ്റ് കണ്ട് അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് ബിസിനസ്സിൻ്റെ മൊത്തം ഗുഡ് വിൽ. ആ മൊത്തം ഗുഡ് വില്ല് സോഹൻ്റെ ഷെയർ എത്രയാണോ അത് സോഹന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ്, ഷെയർ ഇൻ പ്രോഫിറ്റ് അപ് ടു ഡെത്ത് ഓൺ ദി ബേസ് ഓഫ് ആവറേജ് പ്രോഫിറ്റ് ഫോർ ദി ലാസ്റ്റ് 4 years. ഈ 2.5 മാസമാണ് സോഹൻ ബിസിനസ്സിൽ ഉണ്ടായതെന്ന് പറഞ്ഞു. ഈ 2.5 മാസം കൊണ്ട് ബിസിനസ് ലാഭം നേടിയിട്ടുണ്ടാവും. അതിൻ്റെ ഒരു പങ്ക് കൂടി സോഹൻ അവകാശപ്പെട്ടതാണ്. ഈ 2.5 മാസത്തെ ലാഭം കണക്കാക്കുന്നത് കഴിഞ്ഞ 4 വർഷത്തെ ആവറേജ് പ്രോഫിറ്റിൻ്റെ ബേസിലാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് 2.5 മാസത്തെ ലാഭം എത്രയാണെന്ന് കണക്കാക്കി ആ 2.5 മാസത്തെ ലാഭത്തിൻ്റെ അകത്ത് നിന്ന് ഡിസീസ്ഡ് പാർട്ട്ണറായ സോഹൻ്റെ ഷെയർ എത്രയാണോ അതുകൂടി കണക്കാക്കണം. പിന്നെ വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. ക്യാപിറ്റലിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് 12% ഫോർ 2.5 months. 2.5 മാസത്തേക്ക് മാത്രമേ ഇൻട്രസ്റ്റ് കണക്കാക്കണ്ടൂ. കാരണം 2.5 മാസം മാത്രമേ സോഹൻ പാർട്ട്ണറായിട്ടുള്ളൂ. നെക്സ്റ്റ്, ദി ഫേം ഹാഡ് എ ജോയിൻറ്റ് ലൈഫ് പോളിസി ഓഫ് ₹1,25,000. ബിസിനസ് ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട് എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും ലൈഫിൻ്റെ മുകളിൽ. ഇപ്പോൾ സോഹൻ ഇവിടെ മരണപ്പെടുമ്പോൾ ₹1,25,000 മുഴുവനായിട്ടും ബിസിനസ്സിന് കിട്ടും. അതിൻ്റെ ഒരു ഷെയർ സോഹനും അവകാശപ്പെട്ടതാണ്. അപ്പോൾ അതും സോഹന് കൊടുക്കണം. പിന്നെ ബാലൻസ് ഷീറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ റിസർവ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. അത് കൂട്ടിവെച്ച ലാഭമാണ്. അതിൻ്റെ ഒരു ഷെയർ കൂടി സോഹൻ അവകാശപ്പെട്ടതാണ്. അതുപോലെ അസറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഗുഡ് വിൽ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. അത് നേരത്തെ പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുത്ത ഗുഡ് വില്ലാണ്. അത് പാർട്ട്നേഴ്സിന് തിരിച്ചെടുക്കുന്നതായിട്ട് കാണിക്കണം. അപ്പോൾ ആ എമൗണ്ട് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഗുഡ് വിൽ 30,000. അതിൽ സോഹൻ്റെ ഷെയർ എത്രയാണോ ആ എമൗണ്ട് നമുക്ക് നോക്കാം. പ്രിപ്പറേഷനിലേക്ക് നമുക്ക് പോകാം. ആദ്യം സോഹൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുക. അതിൽ ഫസ്റ്റ് എഴുതേണ്ടത് ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോഡ് ഓൺ. ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന സോഹൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ₹25,000 ആണ്. അത് അതേപോലെ ബാലൻസ് ആയിട്ട് കാണിക്കുക. പിന്നെ ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന കൂട്ടിവെച്ച ലാഭവും നഷ്ടമുണ്ടെങ്കിൽ അത് ആദ്യം ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ ഇവിടെ കൂട്ടിവെച്ച ലാഭമുണ്ട്, റിസർവ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. അത് ട്രാൻസ്ഫർ ചെയ്യുക. റിസർവ് ഫണ്ട് 25,000 ഇൻറ്റു 2/5 ആണ് സോഹൻ്റെ ഷെയർ. അതുകൊണ്ട് 2/5 ₹10,000 കിട്ടും. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ഗുഡ് വില്ലിൻ്റെ ഷെയർ ആണ്. ഇപ്പോൾ ഗുഡ് വില്ലിൻ്റെ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രത്യേകം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോഹൻസ് ഷെയർ ഓഫ് ഗുഡ് വിൽ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 15,000 പ്ലസ് 17,000 പ്ലസ് 19,000 പ്ലസ് 13,000 ഡിവൈഡ് ബൈ 4, ദാറ്റ് ഈസ് ₹16,000 ആണ് ആവറേജ് പ്രോഫിറ്റ്. ഗുഡ് വിൽ എന്ന് പറയുന്നത് ത്രൈസ് ദി ആവറേജ് പ്രോഫിറ്റ് ആണ്. ആവറേജ് പ്രോഫിറ്റിൻ്റെ 3 മടങ്ങാണ്. ദാറ്റ് ഈസ് 16,000 ആ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 3, ദാറ്റ് ഈസ് 48,000 ആയിരിക്കും ബിസിനസ്സിൻ്റെ മൊത്തം ഗുഡ് വിൽ. ഈ മൊത്തം ഗുഡ് വില്ല് സോഹൻസ് ഷെയർ ഓഫ് ഗുഡ് വിൽ ഈക്വൽ ടു മൊത്തം ഗുഡ് വില്ലായ 48,000 ഇൻറ്റു സോഹൻ്റെ ഷെയറായ 2/5, ദാറ്റ് ഈസ് 19,200. ഈ 19,200 ആണ് സോഹന് ഷെയർ ഓഫ് ഗുഡ് വില്ലായിട്ട് കൊടുക്കേണ്ടത്. അത് കൊടുക്കേണ്ടത് റിമൈനിങ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള മോഹിത്തും രാഹുലും ചേർന്നിട്ടാണ്. ഇൻ ദർ സാക്രിഫൈസിങ് റേഷ്യോ. ഇപ്പോൾ സോഹൻ്റെ ഷെയർ മോഹിത്തും രാഹുലും എടുക്കുന്നത് ഈക്വൽ ആയിട്ടാണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സോഹന് കൊടുക്കുന്ന ഈ ഷെയർ ഓഫ് ഗുഡ് വില്ലായ 19,200 രണ്ട് പാർട്ട്നേഴ്സും ഈക്വലായിട്ട് 9,600 വീതം രണ്ട് പാർട്ട്നേഴ്സും കൊടുക്കണം. അങ്ങനെ രണ്ട് പാർട്ട്നേഴ്സും ഷെയർ ഓഫ് ഗുഡ് വില്ല് സോഹന് കൊടുക്കുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക മോഹിത് ക്യാപിറ്റൽ 9,600, രാഹുൽ ക്യാപിറ്റൽ 9,600. ഇനി നെക്സ്റ്റ് അടുത്ത കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഷെയർ ഓഫ് പ്രോഫിറ്റ് അപ് ടു ദി ഡേറ്റ് ഓഫ് ഡെത്ത് ആണ്. ബാലൻസ് ഷീറ്റ് മുതൽ ഡേറ്റ് ഓഫ് ഡെത്ത് വരെ 2.5 മാസം കൊണ്ട് ബിസിനസ് നേടിയിരിക്കുന്ന ലാഭത്തിൻ്റെ ഒരു പങ്ക് കൂടി ഇയാൾക്ക് അവകാശപ്പെട്ടതാണ്.
അത് കണക്കാക്കുന്നത് ഏവറേജ് പ്രോഫിറ്റിൻ്റെ ബേസിലാണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഏവറേജ് പ്രോഫിറ്റ് നമ്മൾ തൊട്ട് മുന്നേ കാൽക്കുലേറ്റ് ചെയ്തു. 16,000 റുപ്പീസാണ് ഏവറേജ് പ്രോഫിറ്റ് കിട്ടിയത്. അത് ഒരു വർഷത്തെ ലാഭമാണ്. അപ്പോൾ പ്രോഫിറ്റ് ഫോർ 2.5 months, 2.5 മാസത്തെ ലാഭം എന്ന് പറയുന്നത് 16,000 ഇൻറ്റു 2.5 ഡിവൈഡ് ബൈ 12, ദാറ്റ് ഈസ് 3,333 ആയിരിക്കും 2.5 മാസം കൊണ്ട് ബിസിനസ് നേടിയിരിക്കുന്ന ലാഭം. ഇനി അതിൽ സോഹൻ്റെ ഷെയർ, ഈ ലാഭം എന്ന് പറയുന്നത് 3 പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ടതാണ്. ഇപ്പോൾ സോഹൻസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 3,333 ഇൻറ്റു 2/5, ദാറ്റ് ഈസ് 1,333. അപ്പോൾ 2.5 മാസത്തെ ലാഭത്തിൻ്റെ ഷെയർ സോഹന് കൊടുക്കേണ്ടത് 1,333 റുപ്പിയാണ്. അത് സോഹൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് 1,333. നെക്സ്റ്റ് വരുന്നത് ജോയിൻറ്റ് ലൈഫ് പോളിസിയാണ്. ജോയിൻറ്റ് ലൈഫ് പോളിസി ഉണ്ടെന്ന് പറഞ്ഞു 1,25,000. അത് സോഹൻ്റെ മരണശേഷം ബിസിനസ്സിന് പൂർണ്ണമായിട്ടും കിട്ടും. അതിൻ്റെ ഒരു പങ്ക് കൂടി സോഹൻ അവകാശപ്പെട്ടതാണ്. ഇപ്പോൾ ജോയിൻറ്റ് ലൈഫ് പോളിസിയുടെ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. സോഹൻ ഷെയർ ടോട്ടൽ 1,25,000 ആണ്. അതിൽ സോഹന് കിട്ടേണ്ട ഷെയർ എന്ന് പറയുന്നത് 2/5 ആണ്. ദാറ്റ് ഈസ് 50,000 റുപ്പീസ് സോഹന് ജോയിൻറ്റ് ലൈഫ് പോളിസിയുടെ എമൗണ്ട് ആയിട്ട് കിട്ടണം. അപ്പോൾ അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ജോയിൻറ്റ് ലൈഫ് പോളിസി 50,000. നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ്. 2.5 മാസം കൊണ്ട് സോഹന് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണോ അത് കാൽക്കുലേറ്റ് ചെയ്ത് അതും ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ 25,000 ആണ് ക്യാപിറ്റൽ. അതുകൊണ്ട് 25,000 ഇൻറ്റു 12/100, 12% ആണ് ഇൻട്രസ്റ്റ്, ഇൻറ്റു 2.5 മാസത്തേക്കാണ് കാണേണ്ടത് 2.5 ഡിവൈഡ് ബൈ 12, ദാറ്റ് ഈസ് 625 റുപ്പിയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് വരുന്നത്. അത് സോഹൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 625. ഇത്രയായി കഴിഞ്ഞാൽ ഇനി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ബാക്കിയുണ്ട്. ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ഒരു ഐറ്റം കാണാം, ഗുഡ്വിൽ. നമ്മൾ പുതിയ ഗുഡ്വിൽ കൊടുക്കാനുള്ളത് സോഹന് കൊടുത്തു കഴിഞ്ഞു. ഇനി ബാലൻസ് ഷീറ്റിൽ ഗുഡ്വിൽ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട് 30,000. അത് നേരത്തെ പാർട്ട്നേഴ്സിന് വീതിച്ച് കൊടുത്തതാണ്, സോഹനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സോഹന് കൊടുത്തിരിക്കുന്ന ആ ഷെയർ ഇപ്പോൾ ക്യാൻസൽ ചെയ്യുക. കാരണം പുതിയ ഗുഡ്വില്ലിൻ്റെ ഷെയർ സോഹന് പൂർണ്ണമായിട്ടും കൊടുത്തു. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അത് റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ സോഹൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക ഗുഡ്വിൽ റിട്ടേൺ ഓഫ്. നേരത്തെ ഉണ്ടായിരുന്ന ഗുഡ്വിൽ എന്ന് പറയുന്നത് 30,000 ആണ്. 30,000 ഇൻറ്റു 2/5, ദാറ്റ് ഈസ് 12,000 റുപ്പീസ് വരും. ഇത്രയായി കഴിഞ്ഞാൽ ബാലൻസ് കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും സോഹൻ്റെ എക്സിക്യൂട്ടർക്ക് കൊടുക്കേണ്ടത്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ക്രെഡിറ്റ് സൈഡിൽ ടോട്ടൽ വരുന്നത് 1,06,158. അത് തന്നെ ഡെബിറ്റ് സൈഡിൽ എഴുതുക. ഡിഫറൻസ് ആയിട്ട് വരുന്നത് 94,158. അതിന് നേർക്ക് എഴുതുക സോഹൻസ് എക്സിക്യൂട്ടർ. ഇത്രയും രൂപയാണ് സോഹൻ്റെ എക്സിക്യൂട്ടർക്ക് കൊടുക്കാനുള്ളത്. ഇനി നമുക്ക് അസൈൻമെൻറ്റുകളാണ്. ഈ അസൈൻമെൻറ്റുകൾ ഇപ്പോൾ തന്നെ ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ആൻസർ ഉണ്ടായിരിക്കും. ആ സമയത്ത് ഇത് കമ്പയർ ചെയ്യുക. മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ആ സമയത്ത് കറക്ഷൻ വരുത്തുക. ഈ 3 ക്വസ്റ്റ്യൻസും കഴിഞ്ഞ വർഷങ്ങളിൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് ചോദിച്ചതാണ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.